ദേ ഇതാണ് ഐറ്റം. നല്ല പൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കുറച്ച് മഷ്റൂം എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1-2 മുട്ട കൂടി കുക്ക് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുക്ക് ചെയ്ത് വച്ചേക്കുന്ന മുട്ടയും കൂടി ഇട്ടതിന് ശേഷം മഷ്റൂമും എഗ്ഗും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈസി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം എഗ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ റാമിസ് ജാഫ്രി വ്ളോഗ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.